കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് മൂന്നായിട്ട് തരം തിരിച്ചു പഠിക്കുവാൻ കഴിയും. അതിന് ആധാരമായി നാം ചിന്തിച്ചത് 1-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. The things which you have seen, the things which are at present, the things which are going to happen. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. അതാണ്. ആരെങ്കിലും ചോദിക്കും എന്താണ് വെളിപ്പാട് പുസ്തകം ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ നമുക്ക് മറുപടി പറയാൻ കഴിയണം. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് യേശുവിനെ കണ്ടതായ കാര്യവും പുതിയ നിയമ സഭയ്ക്കുള്ള ദൂതും കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളും. ഇതാണ് വെളിപ്പാട് പുസ്തകം. എന്ന് പറയാമോ? തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം, അതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പുതിയ നിയമ സഭകൾക്കുള്ള ദൂത് 2-3 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളുമാണ് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ട്. കർത്താവിന്റെ വരവ്, എതിർ ക്രിസ്തുവിന്റെ ഭരണകാലഘട്ടം, കർത്താവ് തന്റെ മണവാട്ടിയുമായി ഭൂമിയിലേക്ക് വരുന്ന രംഗം, ഹർമഗദോൻ യുദ്ധം, 1000 ആണ്ട് വാഴ്ച, അന്ത്യ ന്യായവിധി, ഗോഗുമാഗോ യുദ്ധം, പുതിയ യെരൂശലേം, നിത്യത. ഇങ്ങനെ ദീർഘമായ ഒരുപാട് സബ്ജക്റ്റുകൾ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് പിന്നാലെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട അംഗവർണ്ണനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചിട്ട് 2-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. എഫോസോസിലുള്ള സഭയുടെ ദൂതനെ എഴുതുക. ദീർഘമായി പഠിപ്പിക്കേണ്ട വിഷയമാണെങ്കിലും സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ പഠിച്ച ഭാഗം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആ സഭയ്ക്ക് ഒരുപാട് നന്മയുണ്ടായിരുന്നു. നന്മവശങ്ങൾ ഒത്തിരി ഉള്ള ഒരു സഭയായിരുന്നു എഫെസോസ് സഭ. മനസ്സിലായോ? ആ നന്മവശങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവർ ദൈവ സ്നേഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ആദിമ സ്നേഹത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോകുവാനിടയായി. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാ, ഒക്കെ നല്ലത്. പക്ഷേ നമ്മളെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആദിമ സ്നേഹം നഷ്ടപ്പെടാതെ അതെല്ലാം ചെയ്യണമെന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? മറ്റെന്തെല്ലാം നമ്മൾ ചെയ്താലും ആ കൂട്ടത്തിൽ ഒരു കുറവേ ഉള്ളൂ എന്നുള്ള തോന്നലിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നാരും വിചാരിക്കരുത്. മനസ്സിലായോ? നമ്മൾ 100 നന്മ ചെയ്താലും അതൊക്കെ പ്രശംസനീയമാണെങ്കിലും ഒരു കുറവ് ദൈവഹിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിനെ ശാസിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അത് പരിഹരിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അന്നേരം എഫെസോസ് സഭ മാനസാന്തരപ്പെടണമെന്നും ആദ്യ സ്നേഹത്തിലേക്ക് വരണമെന്നും ചെവിയുള്ളവൻ ആ ദൂത് കേൾക്കണമെന്നും കർത്താവ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അല്ലേ? ജയിക്കുന്നവനെ ദൈവത്തിന്റെ പറുദീസയില് ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. മനസ്സിലായോ? ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സ്മിർന്ന സഭയെ കുറിച്ചാണ്. 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ്. ആരെങ്കിലും ഒരാള് ശബ്ദമുയർത്തി നിർത്തി എല്ലാവരും കേൾക്ക വായിക്കാം. സ്മുർനയിലെ സഭയുടെ ദൂതന് എഴുതുക.
മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ആമേൻ. ഈ 4 വാക്യങ്ങളിൽ 8, 9, 10, 11 വാക്യങ്ങളിൽ 4 കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ഇൻട്രൊഡക്ഷൻ അഥവാ മുഖവുര. 2, സ്വർണ സഭ നേരിട്ട പീഡനം, പെർസിക്യൂഷൻ. 10ാം വാക്യത്തിൽ 3ാമത്തെ ഭാഗമായ പ്രബോധനം. 11ാം വാക്യത്തിൽ വാഗ്ദത്തം, പ്രോമിസ്. മുഖവര, പീഡനം, പ്രബോധനം, വാഗ്ദത്തം. ഇങ്ങനെ 4 കാര്യങ്ങൾ ഈ 4 വാക്യങ്ങളിൽ സ്മുർന്ന സഭയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഏഷ്യ മൈനറിൽ 7 പ്രധാനപ്പെട്ട പട്ടണങ്ങളുണ്ടായിരുന്നു. ആ 7 പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും 7 സഭകൾ ഉണ്ടായിരുന്നു. ഇത് എഫസോസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എഫസോസ് ഒരു നല്ല പട്ടണമായിരുന്നു. എഫസോസ് കഴിഞ്ഞാൽ ഈ സ്മുർന്ന പട്ടണം എന്ന് പറഞ്ഞു, ഇറ്റ് വാസ് എ വെൽത്തി സിറ്റി ആഫ്റ്റർ എഫസോസ്. എഫസോസ് കഴിഞ്ഞാൽ നല്ല സമ്പത്തുള്ള ഒരു പട്ടണമായിരുന്നു ഈ സ്മുർന്ന പട്ടണം. ഇപ്പോഴും അവിടെ ഒരു ക്രൈസ്തവ ദേവാലയം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു അതിശയം തന്നെയാണ്. മറ്റുള്ള പട്ടണങ്ങളിലൊക്കെ സഭകളില്ല, ക്രൈസ്തവർ നാമാവിശേഷമായി പോയി. എന്നാൽ സ്മുർന്ന പട്ടണത്തിൽ ഇപ്പോഴും ഒരു കൂടിവരവുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ തക്കോണം ഇവിടെ ആയിത്തീരുന്നത്. എഫസോസ് പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 35 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് സ്മിർന പട്ടണം. സ്മിർന എന്ന വാക്കിന്റെ അർത്ഥം ബിറ്റർനെസ് അഥവാ കയ്പെന്നാണ്. കയ്പ്. ഈ സഭയ്ക്ക് ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. പീഡനം അനുഭവിക്കുന്ന ഒരു സഭയാണ്, പെർസിക്യൂട്ടർ ചർച്ച് എന്നാണ്. സ്മുർന സഭയെ കുറിച്ച് പറയുന്നത് പെർസിക്യൂട്ടർ ചർച്ച്, അല്ലെങ്കിൽ എന്തുവാ, പീഡനം അനുഭവിച്ച ഒരു സഭയാണ്. എന്നാൽ ആത്മീയ നിലവാരത്തിൽ അത് കിരീടധാരണിയായ ഒരു സഭയായിരുന്നു, ക്രൗൺഡ് ചർച്ച്. അപ്പോൾ തന്നെ വളരെ ദാരിദ്ര്യം അനുഭവിച്ച ഒരു സഭയായിരുന്നു സ്മുർന സഭ. പൂവർ ചർച്ചായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ആ സഭയെ വിശേഷിപ്പിച്ചത് നീ ധനവാനാകുന്നു താനുണ്ടാവും. അന്നേരം ഭൗമികമായ ഒരുപാട് ഞെരുക്കങ്ങളിൽ കൂടെ കടന്നുപോയ സഭയാണെങ്കിലും ആ സഭ ക്രിസ്തുവിൽ സമ്പന്നതയുള്ള ഒരു സഭയായിരുന്നു. ഒരാമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. മതപീഡനത്തിന് ഇരയായ ഒരു സഭയാണ്.
റിലീജിയസ് പെർസിക്യൂഷൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന ഒരു മതം ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിറ്റിയാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സിസ്റ്റർ സീന വർഗീസ് ഇതിനകത്തുണ്ട്, രാജസ്ഥാൻ. അതുപോലെ നമ്മുടെ സൂസമ്മ സിസ്റ്റർ ഇതിനകത്തുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ കർത്താവിന്റെ വേല ചെയ്യുന്ന പലരും നമ്മുടെ സെമിനാരിയിൽ പഠിക്കുന്നുണ്ട്. വളരെ കഷ്ടങ്ങളിൽ കൂടെ പ്രാർത്ഥന നടത്താൻ കഴിയത്തില്ല. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി പലരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന വലിയ പ്രവണത ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതുപോലായിരുന്നു സ്മിർന സഭയും ഫേസ് ചെയ്തത്. ഒരുപാട് പീഡനങ്ങളുണ്ട്. അവര് യേശുവിനെ അംഗീകരിച്ചത് കൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെട്ടു. ജോലി ഇല്ലെങ്കിൽ പിന്നെ എന്താ, വരുമാനമില്ല, പിന്നെ പട്ടിണിയാ. ഒരുപാട് കഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ഒരുപാട് സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ദൈവം അവരോട് പറഞ്ഞു, യു ആർ റിച്ച്, നീ ധനവാനാകും. അന്നേരം 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8-ാം വാക്യം. സ്മുർന്നയിലെ സഭയിലെ ദൂതന് എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത് ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. ഈ വെളിപ്പാട് ദിവസം 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂതിൽ യേശു ഓരോ സഭയ്ക്കും പ്രത്യക്ഷപ്പെടുന്നത് ആ സഭകളുടെ നിലവാരം അനുസരിച്ചുകൊണ്ടാണ്. എഫെസോസ് സഭയ്ക്ക് വെളിപ്പെട്ടതുപോലല്ല സ്മിർന സഭയ്ക്ക് വെളിപ്പെട്ടത് യേശു. സ്മിർന സഭയ്ക്ക് വെളിപ്പെട്ടതുപോലല്ല പെർഗമോ സഭയ്ക്ക് വെളിപ്പെട്ടത്. ഓരോ ചർച്ചിലും വ്യത്യസ്ത നിലകളിലാണ്. ഇവിടെ സ്മിർന സഭയ്ക്ക് യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? സഭയോട് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, അല്ലെ, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കും. 2 പദങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഡെത്ത് ആൻഡ് ലൈഫ്. മരണം, ജീവൻ. കർത്താവ് പീഡനം അനുഭവിക്കുന്ന, കഷ്ടമനുഭവിക്കുന്ന ദൈവസഭയെ നോക്കി പറയുകയാണ്, ഞാനുണ്ടല്ലോ, ഞാൻ മരിച്ചവനായി. എന്നെ റോമൻ പടയാളികൾ ക്രൂശിച്ചു പോയി. ഞാൻ ഒത്തിരി ചാട്ടാവാറിന്റെ അടി കൊണ്ടതാണ്. എന്റെ വിലാപ്പുറം കുത്തി കീറിയതാണ്. എന്റെ രോമങ്ങളെല്ലാം അവർ പറിച്ചെടുത്തതാണ്. എന്റെ ദേഹത്ത് അനേകരുടെ കാർക്കിച്ചുള്ള തുപ്പല് എന്റെ ദേഹത്ത് വീണതാണ്. എന്റെ തലയിൽ റോമൻ പട്ടാളക്കാരെ മുൾക്കിരീടം വെച്ചിട്ട് അത് അടിച്ചിറക്കിയതാണ്. കാലും കൈയും എല്ലാം വലിയ ആണി കൊണ്ട് അടിച്ച് അത് കുരിശിനോട് ചേർത്ത് ബന്ധിച്ചതാണ്. ഞാൻ ഒത്തിരി കഷ്ടം അനുഭവിച്ചു. ഞാൻ മരിച്ചവനായി. എന്നാൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചു. എന്നിട്ട് ഇത്രയും കഷ്ടം അനുഭവിച്ച് യേശു പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെളിപ്പെടുന്നത് മരിച്ച ദൈവമായിട്ടല്ല, പീഡനം ഏറ്റുവാങ്ങിയ കർത്താവാണെങ്കിലും ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുക. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബി ഫെയ്ത്ത്ഫുൾ ഈവൻ unto the depths of your life. നിങ്ങളുടെ മരണം വരെ നിങ്ങൾ വിശ്വസ്തനായിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസ്തനാണെങ്കിൽ, നീ ജീവകിരീടം പ്രാപിക്കും. പീഡനം കണ്ട് ഒളിച്ചോടിപ്പോകരുത്. പരിഹാസം കണ്ട് കർത്താവിന്റെ വേല നിർത്തരുത്. നിന്ന കണ്ട്
കർത്താവിനെ തള്ളിക്കളയരുത്. വിശ്വസ്തയോട് അന്ത്യം വരെ നിൽക്കണം. എന്നിട്ട് 11-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യം. ഒന്ന് വായിക്കാമോ? 11-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ആമേൻ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. അന്നേരം രണ്ടാമതൊരു മരണമുണ്ട്. അത് നമുക്ക് ലഭിക്കുന്ന മരണമല്ല. സാധാരണ എല്ലാവരും ഒരു പ്രാവശ്യമാണ് മരിക്കുന്നത്. അത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അത് സാധാരണ. അത് വിശ്വാസിയും മരിക്കും, അവിശ്വാസിയും മരിക്കും. ദുഷ്ടനും മരിക്കും, നീതിമാനും മരിക്കും. എന്നാൽ രണ്ടാം മരണം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ അത് തീപ്പൊയ്കയാണ്. അത് നിത്യ നരകമാണ്. അന്നേരം ഇന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം ചെയ്ത് പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ, പൗലോസ് പറഞ്ഞ പോലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ഒരു ശക്തിക്കും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേർപിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ നിത്യ നരകം എന്ന രണ്ടാം മരണത്താൽ നമുക്കാർക്കും ദോഷം വരികയില്ല. നമുക്കൊരു മരണമേ ഉള്ളൂ. അത് നമ്മുടെ ലോകത്തിൽ എല്ലാവർക്കും ഉള്ളതുപോലെ മരണം വഴിയായിട്ട് ഒറ്റ വേർപാട്. എന്നാൽ ദുഷ്ടന് സാധാരണ മരണവുമുണ്ട്, നിത്യ മരണവുമുണ്ട്. നമുക്ക് സാധാരണ മരണമേ ഉള്ളൂ, നിത്യ മരണമില്ല. കാരണം നമ്മള് നിത്യജീവൻ പ്രാപിച്ച വിശുദ്ധന്മാരാണ്. അതോർത്തുകൊള്ളണം. മനസ്സിലായോ? അന്നേരം എന്തെല്ലാം പ്രശംസയാണ് ഈ സഭയെക്കുറിച്ച് പറയുന്നത്, അല്ലേ? നിനക്ക് കഷ്ടതയുണ്ട്, നിനക്ക് ദാരിദ്ര്യമുണ്ട്, നീ ദൂഷണം അനുഭവിക്കുന്നതാണ്, പീഡനം അനുഭവിക്കുന്നതാണ്. എന്നാൽ യു ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ്. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നത്? ഇവിടെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ അതുപോലെ പ്രയാസങ്ങൾ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. എങ്കിലും ഈ വിശ്വാസം തള്ളിക്കളയാതെ നമ്മൾ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം, അല്ലേ? ഇതൊരു വലിയ മർമ്മമല്ലേ? അതിന് പ്രത്യേക കാര്യമുണ്ട്. ഈ 45-ാം സങ്കീർത്തനം, അതിനകത്തൊരു വാക്യമുണ്ട്, കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ ആനന്ദ തൈലം കൊണ്ട്. ആ വാക്യം കണ്ടോ? 45-ാം സങ്കീർത്തനം. ദുഷ്ടതയെ ദുഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഞാനിപ്പോ അഭിഷേകത്തെ കുറിച്ചൊന്നും പഠിപ്പിക്കാൻ നിൽക്കുകയല്ല. എങ്കിലും ദൈവമക്കളുടെ അറിവിലേക്ക് ഞാൻ വേഗത്തിൽ 2-3 കാര്യം പറയാം. പഴയ നിയമത്തിലെ അഭിഷേകം 45-ാം സങ്കീർത്തനം 7-ാം വാക്യം, അല്ലേ? അന്നേരം പഴയ നിയമത്തിൽ മൂരും വയനത്തൊലിയും സുഗന്ധലവംഗവും ഒലിവും ഒക്കെ ചേർത്ത് അഭിഷേക തൈലം ഉണ്ടാക്കി പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ അഭിഷേകം ചെയ്യും. അത് തികച്ചും ഭൗമികമായ കാര്യങ്ങളും ഭൂമിയിൽ നിന്ന് വാങ്ങി കിട്ടുന്ന പദാർത്ഥങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ തൈലമൊക്കെ. എന്നാൽ അത് തീർന്നു പോകുന്നതാണ്. എന്നാൽ
ഒരു ഭക്തന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് അഭിഷേകത്തിന്റെ പ്രത്യേകത, അത് പരിശുദ്ധാത്മാവും ശക്തിയാലുള്ള അഭിഷേകമാണ്. അതൊരിക്കലും വറ്റിപ്പോകത്തില്ല. നമ്മൾ വായിച്ചല്ലോ, ആനന്ദ തൈലം, ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്, ആനന്ദ തൈലം, ആനന്ദ തൈലം. അന്നേരം നമുക്ക് പീഡനങ്ങളും ദാരിദ്ര്യവും ദൂഷണവും കഷ്ടതയൊക്കെ വരുമ്പോഴും നമ്മൾ ചിരിക്കുന്നത് എന്തുകൊണ്ടാ? അല്ലേ? പീഡനങ്ങളെല്ലാം ഉണ്ട് അല്ലെ? അവിടെ സൂസരാന്റെ ഇവിടെ ഇപ്പൊ ഉണ്ട് അബുദാബിയിൽ. ഇന്നെല്ലാം പ്രയാസങ്ങൾ വരുന്നു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിരിക്കും, സന്തോഷത്തോടെ സ്തോത്രം പറയും. കാരണം അത് നമ്മളിൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകം തീർന്നു പോകുന്നതുമല്ല, ഭൗമികവുമല്ല, അത് ഉന്നതമായ അഭിഷേകമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ലോകത്തിലെ അഭിഷേകം തീർന്നു പോവുകയാണെങ്കിൽ അതോടുകൂടെ നമ്മുടെ സന്തോഷം തീർന്നു പോകുമായിരുന്നു, നമ്മുടെ എല്ലാ പരിപാടിയും തീരുമായിരുന്നു. എന്നാൽ ഇന്നും നിലനിൽക്കുന്ന ആനന്ദ തൈലം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നമ്മള് ദാരിദ്ര്യത്തിലും സന്തോഷിക്കുന്നു, പീഡനങ്ങളിലും നമ്മൾ സന്തോഷിക്കുന്നു, ദൂഷണങ്ങളിലും നമ്മൾ സന്തോഷിക്കുന്നു. മനസ്സിലായോ? നമ്മളൊക്കെ എന്തെല്ലാം പ്രയാസങ്ങൾ കൂടെ കടന്നു പോകും, ഒരുപാട് പ്രയാസങ്ങൾ കൂടെ കടന്നു പോകും. സ്മിർനാ സഭയോട് പറയുകയാണ്, സ്തോത്രം, നീ ധനവാനാണ്. എത്ര പേർക്ക് ഇന്ന് പറയാൻ പറ്റും, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഐ ആം റിച്ച് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഞാൻ ധനവാനാണ് എന്ന് പറയാമോ? ഞാൻ ക്രിസ്തുവിൽ ധനവാനാണെന്നൊന്ന് പറഞ്ഞു എല്ലാവരും ഒന്ന് പറഞ്ഞേ. പ്രൈസ് ഗാഡ്. പക്ഷെ നിങ്ങളുടെ പോക്കറ്റിൽ ചിലപ്പോൾ ₹1 കാണത്തില്ല, നിങ്ങളുടെ അടുക്കളയിൽ ഒരുപക്ഷെ 1 കിലോ അരി കാണത്തില്ല. ഇതൊക്കെ സത്യമായിരിക്കാം. അങ്ങനെ അനുഭവം ഉണ്ട്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ദൈവമക്കളെ നമ്മൾ നോക്കിയാൽ ആരെങ്കിലും വലിയ വില കൂടിയ ഉടുപ്പ് കൊടുത്ത് അവർ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ വിചാരിക്കും ഇഷ്ടം പോലെ പൈസ ഒന്നും അല്ലെന്നേ. അവർക്ക് എന്തുമാത്രം പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. അല്ലേ? സൂസൻ സിസ്റ്റർ ഞാൻ പറഞ്ഞ ശരിയല്ലേ? കറക്റ്റ് ആണ്. ആരും വിചാരിക്കും അയ്യോ പാസ്റ്റർ എന്തോ എത്ര വില കൂടിയ ഡ്രസ്സായിട്ടാണ് നടക്കുന്നത്, അത് വലിയവരും കൊടുത്തതാണെന്ന്. മനസ്സിലായോ? അതിന്റെ കെയർ ഓഫിൽ ഒരു പാസ്റ്ററുടെ വരുമാനം അളക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സ്തോത്രം. പക്ഷേ ദൈവം പറയുകയാണ്, ആരും അറിയാത്ത ഞെരുക്കവും ആരും അറിയാത്ത പീഡനങ്ങളും ആരും അറിയാത്ത ദൂഷണങ്ങളും നീ അനുഭവിക്കുന്നു എങ്കിലും, സ്തോത്രം, ലോകത്തിന്റെ മുമ്പിൽ നീ റിച്ചായിട്ട് ജീവിക്കാൻ കാരണം സമ്പന്നനായ കർത്താവാണ് നമ്മുടെ രക്ഷിതാവ്. സമ്പന്നനായ കർത്താവാണ് നമ്മുടെ യജമാനൻ. ആ കർത്താവിനെയല്ലേ നമ്മൾ സ്വീകരിച്ചത്, അല്ലേ? ഈ സഭയ്ക്ക് ലോകം അംഗീകാരം കൊടുത്തില്ല, റോമൻ ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിട്ടില്ല. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് അക്സെപ്റ്റഡ് ദ ചർച്ച് സ്മിർന. സഭയിൽ അത് സ്മിർന സഭയെ ലോകം അംഗീകരിച്ചില്ലെങ്കിലും അംഗീകരിക്കേണ്ടവൻ അംഗീകരിച്ചു. ഒരു ദൂതൂടെ ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും അംഗീകരിച്ചില്ലെങ്കിലും കർത്താവ് നിന്നെ അംഗീകരിച്ചെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നീ നിരാശപ്പെടേണ്ട കാര്യമേ ഇല്ല. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ നിനക്ക് അംഗീകാരം കിട്ടണമെന്നില്ല, നാട്ടിൽ നിന്നെ കള്ളിയെന്നോ കള്ളനെന്നോ പറഞ്ഞേക്കാം. ലോകത്തിൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ കുറ്റക്കാരാണെന്ന് നമ്മുടെ മേൽ പലതും അടിച്ചേൽപ്പിച്ചേക്കാം. ആരും നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ അംഗീകാരം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദാവീദ് പറയാൻ, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. ചാക്കോച്ചാനും മത്തായിച്ചനും അവറാച്ചാനും ഒന്നുമല്ല നമ്മളെ കുറിച്ച് വിധി പ്രഖ്യാപിക്കേണ്ടത്. നമ്മളെ കുറിച്ചുള്ള വിധി പ്രഖ്യാപിക്കുന്നത്
നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാഷ്ട്രീയ തലത്തിൽ റോമൻ ഭരണകൂടം സ്മിർന സഭയ്ക്ക് എതിരായിരുന്നു. ജാതിക അനാചാരങ്ങളാൽ സ്മിർന സഭ പീഡിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. സ്മിർന സഭ നേരിട്ട വലിയ പ്രശ്നം ക്രിസ്തുവിനെ സേവിക്കണമോ അതോ റോമൻ ചക്രവർത്തിയായ കൈസറിനെ സേവിക്കണോ? ഇതായിരുന്നു വിഷയം. റോമൻ ചക്രവർത്തിയെ സേവിച്ചാൽ പീഡനം അവസാനിച്ചു, റോമൻ ചക്രവർത്തിയെ സേവിച്ചാൽ ദൂഷണം അവസാനിച്ചു, ജോലിയിൽ പ്രമോഷൻ ഉണ്ട്, സമ്പത്തുണ്ട് ഇഷ്ടം പോലെ. രാത്രിയിൽ ലോകത്തെയും ജഡത്തെയും ദൈവത്തെയും വചനത്തെയും ഒരുപോലെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. സ്തോത്രം. ക്രിസ്തുവിനെ സേവിക്കണോ കൈസറിനെ സേവിക്കണോ? ഗവൺമെന്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ കൈസറിനെ സേവിക്കണം. സ്വർഗത്തിലെ ആനുകൂല്യങ്ങൾ വല്ലതും കിട്ടണമെങ്കിൽ ദൈവത്തെ സേവിക്കണം. ഭയങ്കര ചലഞ്ചാ അല്ലേ? ഇതാണ് ചലഞ്ച്. വടക്കേന്ത്യയിൽ പാവം പിടിച്ചൊരു ദേവദാസനെ കൊണ്ട് നിർബന്ധിച്ച് ബൈബിളൊക്കെ കത്തിച്ച ചരിത്രം കഴിഞ്ഞ മാസം നടന്നത് നിങ്ങൾ വായിച്ചു കാണും. ആ ദേവദാസൻ മനസ്സോട് ചെയ്തതൊന്നുമല്ല, ഒരുപാട് പ്രയാസങ്ങളാണ്. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ പല ഭക്തന്മാരും ആ പീഡനങ്ങൾ എന്തും വരട്ടെ ഇഞ്ചിഞ്ചായി അവർ കൊല്ലപ്പെടുവാൻ തക്കവണ്ണമിടയായി. സ്മിർന ചർച്ചിലെ വിശ്വാസികൾക്ക് ശമ്പളം കിട്ടാതെ വന്നത് കൊണ്ട് അവർ ദാരിദ്ര്യത്തിലായി. അങ്ങനെ അവർ ദാരിദ്ര്യത്തിലായി. എങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അവർ ത്യജിച്ചില്ല. പ്രൈസ് ദി ലോർഡ് ജീസസ്. ജസ്റ്റിൻ മാർട്ടിർ, തെർത്തുല്യൻ, സഭാപിതാക്കന്മാരൊക്കെ നല്ല ലീഡർഷിപ്പ് കൊടുത്ത ഒരു സഭയായിരുന്നു സ്മിർന സഭ. 165 AD 165 സഭാപിതാക്കന്മാർ പലരും, ഈ പറഞ്ഞ പ്രിയപ്പെട്ടവരൊക്കെ കൊല്ലപ്പെട്ടു. കാരണം പാഗൻ ദൈവത്തെ ആരാധിപ്പാൻ മനസ്സ് വെച്ചില്ല. തെർത്തുല്യൻ എന്ന് പറഞ്ഞ സഭാപിതാവ് ആദ്യത്തെ ദൈവശാസ്ത്ര പണ്ഡിതനായിരുന്നു. ഹി വാസ് എ ഫസ്റ്റ് തിയോളജിയൻ. AD 145 മുതൽ 220 വരെ ജീവിച്ചിരുന്ന ആ മഹാനായിരിക്കുന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടു. എങ്ങനെ മരിച്ചെന്ന് അറിയത്തില്ല. ഇന്ന് പല ദൈവാസന്മാരെയും പലരും പല രാജ്യക്കാരും നൈജീരിയയിലൊക്കെ നമുക്ക് സംഭവം അറിയാം, പിടിച്ചോണ്ട് പോയി. എങ്ങനെ കൊന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വളരെ ശക്തമായ ഒരു 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 പ്രവചനം ആ സഭയ്ക്കുണ്ടായി. 10 ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാവും പറ? 10 ദിവസം. ഇപ്പം വായിച്ചല്ലോ മുമ്പേ, ഒരുപാട് ദിവസവും 2-ാം അധ്യായം. 10 ദിവസം തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ബൈബിളിലെ ഓരോ കാര്യത്തിനും ഉണ്ടല്ലോ ഭയങ്കര അർത്ഥമാണ്. ഇത്രയുള്ള എന്റെ കാര്യം. നീ അനുഭവിക്കാൻ പോകുന്ന അല്ലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധിക്കും ഒരു അവസാനമുണ്ടെന്നാ കർത്താവ് പറയുന്നത്. 10 ദിവസം
11ാമത്തെ ദിവസം നിനക്ക് ആ പ്രശ്നമില്ല. അങ്ങനാണെങ്കിൽ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവജനം പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവാസന്മാരാകട്ടെ ദൈവദാസിമാരാകട്ടെ ആരുമാകട്ടെ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഒരു ദിവസം നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. ഒരു പരിഹാരമുണ്ട്. എന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. കർത്താവ് പറഞ്ഞു 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം, അത് സഹിച്ചേ പറ്റൂ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ നിർഭാഗ്യവാൻ എന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ എഴുതിയേക്കുന്നേ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം Praise God. Jesus. അന്നേരം പരീക്ഷ സഹിക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ ഭാഗ്യദോഷിയാണെന്ന് പറയും. അത് ലോകത്തിന്റെ ഒരു സിസ്റ്റമാണ്. ഡിവൈൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം പറയുകയാണ്, നീ ഭാഗ്യവാൻ, ഞാൻ നിന്നെ കൊള്ളാകുന്നവനായി ഒരുക്കിയെടുക്കുക. സ്തോത്രം. എന്നിട്ട് ഞാൻ നിനക്ക് നല്ലൊരു അവാർഡ് തരും, ഞാൻ നിനക്ക് നല്ലൊരു പ്രതിഫലം തരും. ഈ സ്പോർട്സിലൊക്കെ ഉന്നത നേട്ടം കൈവരിക്കുന്ന ഒരു ട്രെയിനിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് മറ്റുള്ളവർ കഴിക്കുന്ന പോലുള്ള ആഹാരം അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവരെ പോലുള്ള എക്സസൈസ് അല്ല അവർക്കുള്ളത്. എല്ലാം ഒരു പ്രത്യേക സെപ്പറേഷനാണ് എൻ്റെ അർത്ഥം. എന്തിനാ? നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ ഒരു മെമന്റോയ്ക്ക് വേണ്ടി, ഒരു ട്രോഫിക്ക് വേണ്ടി അവരത് ചെയ്യുക. നമ്മളങ്ങനാണോ? നമ്മളങ്ങനല്ല. പ്രൈസ് ഗാഡ്. നമുക്ക് ലോകം തരാത്ത, ലോകത്തിന് തരാൻ കഴിയാത്ത പ്രതിഫലമാണ് നമ്മുടെ കർത്താവിന്റെ പക്കലുണ്ട്. അന്നേരം നമ്മൾ സഹിക്കുന്ന കാര്യത്തിന് നമുക്ക് പ്രതിഫലങ്ങൾ തരുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. 10 ദിവസത്തെ പീഡയെ കുറിച്ച് വേദപണ്ഡിതാക്കന്മാർ പറയുന്നത്, നീറോ ചക്രവർത്തി മുതൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തി വരെ റോമൻ ഭരണാധികാരികളായ 10 ഭരണാധികാരികളുടെ പീഡനങ്ങളെ കുറിച്ചാണ് ഈ 10 ദിവസം എന്ന് പറയുന്നത്. AD 64 മുതൽ AD 310 വരെയുള്ള കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം ഭരിച്ച ഭരണാധികാരികളാണ് ദൈവസഭയ്ക്ക് ഉപദ്രവം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ 10 രാജാക്കന്മാരുടെ, ചക്രവർത്തിമാരുടെ ഭരണം അവസാനിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് വിടുതലുണ്ടാകും. അത് ഒരർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. കുസ്തന്തീനോസ് ചക്രവർത്തി ഭരണത്തിൽ വന്നതോടുകൂടെ ക്രിസ്തീയ സഭയുടെ പീഡനം അവസാനിച്ചു. എന്ത് ഞാൻ പറയട്ടെ, നമ്മളെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ആക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ ദൈവത്തിന്റെ സമയത്ത് ദൈവം മാറ്റിയിട്ട് വിശുദ്ധന്മാർക്ക് അനുകൂലമായ ഭരണത്തെ ദൈവം കാഴ്ചവെക്കുവാനൊക്കെ നമ്മുടെ ആയിത്തീരും. മനസ്സിലായോ? നോക്കിക്കേ, മുമ്പ് ഓർപ്പിച്ച നീറോ ചക്രവർത്തിയുടെ ഭരണം മാറിപ്പോയി, ഡൊമീഷ്യന്റെ ചക്രവർത്തിയുടെ ഭരണം മാറിപ്പോയി, ഡയോക്ലീഷ്യൻ, എല്ലാം അതൊക്കെ കുറച്ചു നാളത്തേക്കേ ഉള്ളൂ. പിന്നെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ടെന്ന് പറഞ്ഞ പോലെ, ഒരു താഴ്ചയ്ക്കൊരു ഉയർച്ച ഉണ്ടെന്ന് പറഞ്ഞ പോലെ നാം ഒരുമിച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം ചില രാജ്യങ്ങളിൽ ഭരണകർത്താക്കളെ മാറ്റാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് അനുകൂലമായ ഗവൺമെന്റിനെ ദൈവം സ്ഥാപിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തരായിരിക്ക. ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ച് പോലെ കേട്ടോ, ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയല്ലേ.
ജീവകിരീടം നീ പ്രാപിക്കും. മനസ്സിലായോ? അതിന്റെ 8-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 8-ാം വാക്യം. സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. മതി. ആദ്യനും അന്ത്യനും, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. കർത്താവിന് ആരംഭം ഉണ്ടെന്നും അവസാനം ഉണ്ടെന്നും ഒന്നും അല്ല ഇതിന്റെ അർത്ഥം. അതിന്റെ മീനിങ് വളരെ സിമ്പിളാണ്. ദൈവസഭയുടെ, സ്മുർണ സഭയുടെ പ്രശ്നങ്ങളുടെ തുടക്കം അറിയുന്ന ഒരു ദൈവം, സ്മുർണ സഭയുടെ കഷ്ടങ്ങളുടെ അവസാനം അറിയുന്ന ദൈവം. ഇന്ന് ദൈവദിനം പഠിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന് പറയാൻ, നിന്റെ ജീവിതത്തിലെ വേദനയുടെ തുടക്കം അറിഞ്ഞ ദൈവം ആ വേദനയുടെ അവസാനവും കണ്ടിട്ടുണ്ട്. ആരംഭത്തിങ്കിൽ അവസാനം കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുടെ തുടക്കം മാത്രമേ അറിയത്തുള്ളൂ, ഒടുക്കം നമുക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു. ഞാൻ മനസ്സുകൊണ്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തില്ല. അത്ര പ്രശ്നങ്ങൾ കൂടെ ഞാൻ കടന്നുപോയി. അതിന്റെ എല്ലാം അറിയാവുന്നൊരു സഹോദരൻ റിജിയബ്ര ഇവിടെ നമ്മുടെ സെമിനാരി പഠിക്കുന്നു. നമ്മുടെ സെമിനാരിയെ സാരമായും അതുപോലെ നമ്മുടെ സുജിനും ഉണ്ട്. നമ്മുടെ സെമിനാരി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. എന്റെ ചർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന എന്റെ ഫ്ലാറ്റ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാതെ ഞാൻ അത് വിടേണ്ടതായിട്ട് വന്നു. നിന്ന നിൽപ്പിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ എന്റെ മേൽ വന്നു. മനസ്സിലായോ? വിശ്വാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, വിശ്വാസത്തിൽ നമ്മൾ എല്ലാവരെയും വിശ്വസിക്കും. പക്ഷെ വിശ്വസിച്ച ചിലര് എന്നെ ചതിച്ചതാണ്. നമുക്ക് ചതിയും വഞ്ചനയും ഒന്നും അറിയാത്തത് കൊണ്ട് നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു, അല്ലേ? കാരണം ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ചു. അത്ര പ്രശ്നങ്ങൾ വന്നു, അത്ര വലിയ പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു. ഞാൻ കുറച്ച് ദിവസം നാട്ടിൽ വന്നു. നമ്മുടെ VP ജോൺ പാസ്റ്റർ, അദ്ദേഹത്തിന് കൺവെൻഷൻ ആയതുകൊണ്ട് ഒന്ന് കയറാൻ കേട്ടോ, എനിക്ക് മെസ്സേജ് അയച്ചേ. ആ VP ജോൺ പാസ്റ്റർ വീട്ടിൽ ഞാനും സെല്ലും കൂടെ പോയി. ഞങ്ങൾ അല്പസമയം എടുത്ത് പ്രാർത്ഥിച്ചപ്പോ VP ജോൺ പാസ്റ്റർ വൈഫ് മറിയാമ്മ സിസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. ദൈവം പല ഭാഷകളിലുള്ളവരെ സഭയ്ക്കകത്ത് കൊണ്ടുവരും. അതുകൊണ്ട് അധികം താമസിക്കാതെ തിരിച്ചുപോയി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. ആ സാധുവായ സ്ത്രീക്ക് ഇവിടുത്തെ വിഷയങ്ങളൊന്നും അറിയത്തില്ല. ജനാധിപത്യപരമായ രാജ്യമായ ഇന്ത്യയിൽ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അന്നേരം ഈ രാജ്യത്തൊക്കെ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത വിഷയം. ഞാൻ മടങ്ങി വന്നു. ഒരാഴ്ചക്കകം വീണ്ടും പ്രശ്നമായി. അതൊന്നും വിവരിക്കുന്നില്ല. പക്ഷേ ഒടുവിൽ ഇവിടുത്തെ ഗവൺമെന്റിന് മനസ്സിലായി എനിക്കെതിരെ കൊടുത്തതെല്ലാം കള്ളക്കേസാണെന്ന് മനസ്സിലായോ? എന്നിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തവരും എന്നെ ചോദ്യം ചെയ്തവരും എല്ലാം അനുകൂലമായിട്ട് നിന്നിട്ട് പറഞ്ഞു, യു ആർ എ പ്രീസ്റ്റ്, യു ഡോണ്ട് ഗോ എനിവെയർ, യു ക്യാൻ കണ്ടിന്യൂ യുവർ ചർച്ച് ആക്ടിവിറ്റീസ് ഹിയർ. അങ്ങനെ ഞാനിവിടെ നിന്ന് എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചു. ഇനി രാജ്യത്തോട്ട് വരാൻ പറ്റി. നമുക്കറിയാം, ഒരു വിദേശത്തൊക്കെ ഒരു ബ്ലാക്ക് മാർക്ക് വന്ന് അവിടെ മാത്രമല്ല വേറൊരിടത്തും പോകാനുമില്ല. മനസ്സിലാവും. ദൈവം സൂക്ഷിച്ചു. കർത്താവ് നമ്മൾ ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ ഒക്കെ പുതിയ ആളുകളെ ദൈവം കൊണ്ട് എങ്ങനെ ഇവിടെ നിൽക്കും നമുക്കറിയാം. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടൊക്കെ ആണെങ്കിൽ ഇവിടൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള
ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകണം, അല്ലെങ്കിൽ വലിയ പ്രയാസം. ഇവിടെ ഒക്കെ വേല ചെയ്യുന്ന ദേവാസന്മാരൊന്നും ബിസിനസ്സുകാരാണ്, അല്ലെങ്കിൽ വൈഫ് ജോലിയുള്ളവരാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ജോലിയാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ ജീവിക്കുന്നത്. പൂർണ്ണസമയം കർത്താവിന്റെ വേലയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊക്കെ അത്ഭുതവും, പലർക്കും അത്ഭുതം തന്നെയാണ്. മനസ്സിലായി? അങ്ങനെ ആ ദൈവം നിർത്തുന്നതും നടത്തുന്നതും. എന്നാൽ ഈ വചനമൊക്കെ ഒരുപാട് നമ്മളെ ബലപ്പെടുത്തുവാനിടയായി. നമുക്കൊരു ജീവകിരീടമുണ്ട്. പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടത്തിൽ. സ്നാനപ്പെടുത്തുന്ന സമയത്ത് കർത്താവിന്റെ ദാസന്മാർ നിങ്ങളുടെ തലയിലൊക്കെ കൈവച്ച് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞില്ല. സ്നാനപ്പെടുത്തുമ്പോൾ ഇന്ന ഈ വാചകം പറയണമെന്ന് ബൈബിളിൽ എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അത് ആപ്റ്റായിട്ടുള്ള സെന്റൻസ് ആണ്. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, മരണപര്യന്തം വിശ്വസ്തനായി, എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതൊന്നും വിഷയമല്ലെന്ന് മനസ്സിലാക്കി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ 3 പ്രതിസന്ധികൾ ഉണ്ടാകാം. എല്ലാവർക്കും ഒരേ ഇതല്ല. ഒരാൾ വിശ്വാസത്തിൽ വരുമ്പം തുടക്കത്തിൽ ഭയങ്കര വിഷയങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. തുടക്കത്തിൽ ബിഗിനിങ് സ്റ്റേജ്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. എന്നാൽ അവരുടെ പ്രതിസന്ധി ആ തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. ചിലർക്ക് തുടക്കത്തിലൊന്നും വലിയ പ്രശ്നമില്ല. ജീവിതമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചു ഭയങ്കര പർവ്വത സമാനമായ പ്രതിസന്ധിയായിരിക്കും. ചിലർക്ക് തുടക്കത്തിലും വിഷയമില്ല, ഇടയ്ക്കും വിഷയമില്ല. ചിലർക്ക് ജീവിതത്തിന്റെ അവസാന സമയത്തായിരിക്കാം. പക്ഷെ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധിയിൽ കൂടെ ഒരു വിശുദ്ധൻ പോയേ പറ്റും. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് നമ്മൾ ഓർക്കണം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഇവിടെ കർത്താവ് പറയാണ്, ഐ വാസ് ഡെഡ് ആൻഡ് ഈസ് അലൈവ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. അതിന്റെ അർത്ഥം കൂടെ ഞാൻ പറയാം. കർത്താവ് പറയാണ്, ഞാൻ മരിച്ചു, എന്നാൽ ഇനി ഒരിക്കലും മരണം എന്നെ തൊടാത്ത നിലയിൽ ഞാൻ മരണത്തെ തോൽപ്പിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഫുജറ ഗീഗോൻ IPCയുടെ 2025 തീം എന്ന് പറയുന്നത് ഇതായിരുന്നു: യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ബിക്കോസ് ഓഫ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ എന്നുള്ള പാട്ട് നമുക്കറിയാം, അല്ലെ? കർത്താവ് ജീവിക്കുന്നത് കൊണ്ട്. അല്ല, അത് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് പണം ഉള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് നല്ല ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. എനിക്ക് വീടുള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. എനിക്ക് വസ്തു ഉള്ളതുകൊണ്ട് ജീവിക്കുന്നു. എനിക്ക് പിള്ളേരുള്ളതുകൊണ്ട് ജീവിക്കുന്നു. ഭർത്താവ് ഉള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഭാര്യ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നു. ഉണ്ടോ? ഇല്ല. യേശു ജീവിക്കുന്നത്. നീ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചാൽ ഒരു പുനരുത്ഥാനം ദൈവം വെച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അകത്തും പുറത്തുമുള്ള പീഡനങ്ങളാണ് സ്മർന്നാ സഭയ്ക്കുണ്ടായത്. എന്റെ സിലബസ് തീർന്നില്ലെങ്കിലും ഞാൻ ഇങ്ങനെ പഠിപ്പിക്കും. ഇനി സിലബസ് തീർക്കാൻ ഞാൻ പഠിപ്പിക്കത്തില്ല. മനസ്സിലായി? 9-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകാനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നോക്കിക്കേ, ഇവിടെ 2 പരിശോധനകളാണ്, 2 പ്രശ്നങ്ങളാണ് ഈ സഭയ്ക്കുള്ളത്. ഒന്ന്, അവരുടെ അകത്ത് അവരനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, ദാരിദ്ര്യങ്ങൾ, കഷ്ടങ്ങൾ, ഇന്റേണൽ പ്രോബ്ലംസ്.
ഇനി അത് മാത്രമാണോ? സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണം അറിയുന്നു. അത് എക്സ്റ്റേണൽ പ്രോബ്ലമാണ്. പുറത്തെ ഒരു വിഷയം മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അകത്ത് സമാധാനമായിട്ടിരിക്കാം. അകത്തെ ഒരു വിഷയം മാത്രമാണെങ്കിൽ പുറത്ത് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പോവാം. ഇത് രണ്ടും എന്തുവാ? അനുകൂലമല്ല. ഒരു പാട്ടുണ്ടല്ലോ, അകത്തും പുറത്തും പീഡനം വന്നപ്പോ, രക്ഷിച്ച അതെങ്ങനെയാണ് ആ പാട്ട്? അകത്തും പുറത്തുമായി പീഡനം പീഡനം വന്നപ്പോ ശിക്ഷനാഥനെ. ആമേൻ. അകത്തും പീഡനം വന്നാലും പുറത്ത് രണ്ടും ഒരുമിച്ചാ വരുന്നത്. അകത്തും നമുക്ക് ഒരു സ്വസ്ഥതയില്ല, പുറത്തും നമുക്കൊരു സ്വസ്ഥതയില്ല. പക്ഷെ അവിടെ നമ്മളെ രക്ഷിക്കുന്ന ഒരു കരമുണ്ട്. ജീസസ് വിൽ കം ഇൻ ദ മിസ്റ്റ് ഓഫ് അവർ പ്രോബ്ലംസ് ആൻഡ് വിൽ സേവ് us. കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പുറത്തെ പ്രശ്നം നമുക്ക് എങ്ങനെയും നേരിടാം, എങ്ങനെയും നേരിടാം. നമുക്കറിയാം, ഇപ്പം സഭയൊക്കെ നടത്തുന്നവരിനകത്ത് പലരും ഇപ്പം പുറത്തുനിന്നൊരു പ്രശ്നമാണ്. നമുക്കത് ഏത് നിലയിലും അത് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ അകത്ത്, ദൈവസഭയ്ക്കകത്ത്, നമ്മുടെ വീടിനകത്ത് ഒരു പ്രശ്നം വന്നാൽ അതത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവെന്ന് ഈ വൈകിവേളയിൽ പറയുകയാണ്, വ്യക്തിപരമായി നിന്റെ ഭവനത്തിന്റെ അന്തർഭാഗത്ത് നീ ആരോടും പറയാതെ അനുഭവിക്കുന്ന ചില പരിശോധനകൾ, ദൈവം അതിനെ ഒരു തീർപ്പ് കൽപ്പിക്കും എന്ന് വിശ്വസിക്കാം. കാര്യമൂർത്തി കർത്താവിനെ സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അത് ഇറ്റ് ഈസ് നോട്ട് എ സില്ലി മാറ്റർ. അതൊരു നിസ്സാര വിഷയമായിട്ട് കാണല്ല. ഹല്ലേലൂയ. ഞാൻ തെളിയിക്കാം. ഇസ്രായേൽ മക്കളുടെ പ്രതിസന്ധികളിൽ ഏറ്റവും വലുത് ചെങ്കടലോ, യോർദാനോ, എരിഹോ, അല്ലെങ്കിൽ അവർ നേരിട്ട യുദ്ധങ്ങളോ ഒന്നുമല്ലായിരുന്നു. അവരനുഭവിച്ച അവരുടെ പ്രശ്നം എന്തായിരുന്നു? ഇസ്രായേൽ മക്കൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ചെങ്കടലാണോ, യോർദാനോ, എരിഹോ? ഇതൊക്കെ ശക്തമായ പ്രതികൂലങ്ങളാണെങ്കിൽ തന്നെയും സ്തോത്രം, സുജിൻ പറഞ്ഞു, പിറുപിറുപ്പ്, അനുസരണക്കേട്, വിഗ്രഹാരാധന, നേതൃത്വത്തെ ചോദ്യം ചെയ്യുക. നമ്മള് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കൈത്താങ്ങൽ കൊടുക്കുന്നു, അവര് നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ അതിച്ചിരി വേദന കൂടുതലല്ലേ? സിന സിസ്റ്ററെ, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ജീസസ് 100% പിറുപിറുക്കുക, അനുസരണക്കേട് കാണിക്കുക, ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യുക, അതൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഇന്നത്തെ സഭയുടെ ഗുരുതര പ്രശ്നം ഇതല്ലേ? ഗുരുതര പ്രശ്നം. IPCയുടെ പ്രശ്നം RSSകാരാണോ? IPCയുടെ പ്രശ്നം നാമതേ ക്രിസ്ത്യാനികളാണോ? അനാത്മീയരായിട്ടുള്ളവർ ജനത്തെ ഭരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട്.
ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം സംഭവിച്ചേ മതിയാകുകയും. കാരണം ഇത് ലവോദിക്ക കാലഘട്ടമാണ്. ലവോദിക്ക സഭയെക്കുറിച്ചൊക്കെ സമയമുണ്ടെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നവരിടയ്ക്ക് ഇത് പഠിക്കാൻ വേണ്ടി കയറിയാൽ മതി എന്റെ ക്ലാസ്സിന്. ഇത് നിങ്ങളെ ശരിക്കും പഠിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അന്നേരം നോക്കിക്കേ, ഇവിടെ പറയുന്ന യഹൂദന്മാർ പുറത്തുള്ളവരല്ല, സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയിട്ടുള്ളവരാ. വിശ്വാസിയാന്നും പറഞ്ഞ് സഭയ്ക്കകത്ത് വന്നതാ. ദൈവം വിളിച്ചെന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് വന്നതാന്നേ. ഇവര് സഭയ്ക്കകത്ത് വന്നിട്ട് മാനുഷിക കൽപ്പനകൾ, മോശയുടെ ന്യായപ്രമാണം, ഇവയെല്ലാം മുറുകെ പിടിച്ചിട്ട് തങ്ങളുടെ വാക്കുകളാൽ ജനങ്ങളുടെ ഹൃദയങ്ങളെ ഭ്രമിപ്പിക്കുകയും കലക്കുകയും ചെയ്യുക. ജീസസ്. എന്റെ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ ഞാൻ കുവൈറ്റിന്റെ പ്രദേശത്തായിരുന്നു. എന്റെ ദൈവമേ, വാക്ക് വ്യത്യാസം കാണിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. മനസ്സിലായോ? ഒരുപാട് ആൾ. അത് അവിടെ മാത്രമൊന്നും നിങ്ങൾ ചിന്തിക്കരുത്, ലോകം മുഴുവനുണ്ട്. ഒരു കാര്യം നോ എന്ന് പറയേണ്ടത് നോ എന്ന് പറയണം. ഒരിക്കലും ഒരു മനുഷ്യന് മോഹന വാഗ്ദാനങ്ങൾ നമ്മൾ കൊടുക്കരുത്. വലിയ പ്രശ്നങ്ങളാണത്. എനിക്ക് പണ്ട് വലിയ അറിവൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ 1997 ഞാൻ ഈ രാജ്യത്ത് വന്നു. ആ സമയത്ത് ഞാൻ നോർത്ത് പറവൂരിൽ ദൈവവേല ചെയ്യുന്ന സമയം. എന്റെ കൂടെ ഒരു 5-10 വേലക്കാരുണ്ട്. ദ ലിവിങ് കോസ്റ്റൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം എനിക്കുണ്ട്. 2-3 സഭകളുണ്ട്. ഇതൊക്കെ നല്ലതായിട്ട് പോവാം. അന്നേരം നമ്മുടെ പ്രശ്നം എന്നും ഈ വടക്കേന്ത്യയിലും തീരദേശത്തും ഹൈറേഞ്ചിലും മലബാറിലും ഒക്കെ വേല ചെയ്യുന്നവരുടെ പ്രശ്നം പണമില്ലെന്നുള്ളതാണ്. മധ്യ തിരുവാങ്കൂർ വേല ചെയ്യുന്നൊരു കാര്യമല്ല ഞാൻ പറഞ്ഞു. അവിടെ പ്രശ്നം പണമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 97 ഞാൻ ഈ രാജ്യത്ത് വരുന്നത്. ഒരു വിസിറ്റിങ്ങിന് വന്നതാണ്. അന്നേരം ഒരു ദൈവാസനെ വിളിച്ചു. അവിടെ ചെന്ന് അല്പസമയം പ്രാർത്ഥിച്ചപ്പോൾ വേറൊരാൾ അവിടെ വന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ആശ്വാസമായി. ഞാൻ എല്ലാ മാസവും ഇത്ര രൂപ വെച്ച് തരാം. എനിക്ക് ആദ്യമായിട്ട് ഗൾഫിൽ വന്ന് കിട്ടുന്ന ഒരു വാഗ്ദത്വമാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഞാൻ വിചാരിച്ചു, ദൈവമേ, നമ്മുടെ കഷ്ടതയെല്ലാം മാറി എന്റെ കൂടെ നിൽക്കുന്ന വേലക്കാരൊക്കെ ഇനി അനുഗ്രഹം പ്രാപിക്കും. അവർ ട്രാക്ട് കൊടുക്കാൻ കുറച്ചുകൂടെ ശക്തി കിട്ടും. പിന്നെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സന്തോഷം അങ്ങ് കൂടി. മനസ്സിലായോ? അങ്ങനെ ഞാൻ എന്റെ വിസിറ്റ് കഴിഞ്ഞ് നാട്ടിൽ വന്നു. നമ്മുടെ കൂടെ നിന്ന് ദൈവാസന്മാരെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ പ്രയാസമൊക്കെ മാറാൻ പോകാം കേട്ടോ. കർത്താവ് അനുഭവിച്ചാൽ നമുക്ക് അടുത്ത മാസം മുതൽ ഇത്ര രൂപ ഒരാൾ തരാമെന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തല്ലോ. ഇത് കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എനിക്ക്. പക്ഷെ അത്രയും സന്തോഷത്തിന് കൂടുതൽ കൊണ്ട് കിട്ടാതെ അങ്ങ് പറഞ്ഞതാണ്. നമ്മൾ അങ്ങ് വിശ്വസിക്കുകയല്ലേ. ആ പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ആ മനുഷ്യന് 1 രൂപ തന്നിട്ടില്ല. അവസാനം കൂടെ നിന്നവര് നമ്മളോട് ദേഷ്യമായി. അവര് വിചാരിച്ചു, സൈമൺ പാസ്റ്റർ ഈ പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് തരുന്നില്ല, പാസ്റ്റർ തരാമെന്ന് പറഞ്ഞല്ലേ തരുന്നില്ല. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറഞ്ഞോളാം, പറയുന്നത് മനസ്സിലാക്കണം. സ്തോത്രം. ലോകം ഇങ്ങനെ പൊള്ളയായ വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് തരും. സ്തോത്രം. ചിലർ പറയും, പാസ്റ്റർ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളാം. ഒന്ന് വിളിച്ചു നോക്കണം, അവരുടെ പ്രതികരണം അന്നേരം അറിയാം. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ. സ്തോത്രം. എന്നോട് അങ്ങനെ പറഞ്ഞ പലരെയും ചില ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും അവർ അവൈലബിൾ അല്ല.
നമ്മളോട് പറയുന്നത് എന്താ? എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ മറുപടി എന്നാ? പക്ഷെ ജീവിതത്തിന്റെ എല്ലാ കാലത്തും വാക്ക് പറഞ്ഞാൽ മാറാത്തത് കർത്താവ് മാത്രമാണ്. ജീവിതത്തിന്റെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദരർ യൗസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. എത്ര കറക്റ്റാണത്. ലോകത്തിന്റെ താങ്ങുകൾ നീങ്ങിപ്പോ സ്വന്തം സഹോദരങ്ങൾ നമ്മളെ എന്ത് ചെയ്യും? കൈവിടും. അപ്പോഴും നമ്മുടെ കൂടുള്ളത് യോസേഫിന്റെ ദൈവം മാത്രം. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് എല്ലാവരും ഇത് പറഞ്ഞേ. ഗാഡ് ഈസ് വിത്ത് മീ. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. പെറ്റമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതൻ എന്നാണ് സാധു കൊച്ചുഞ്ഞു ഉദ്ദേശിച്ച് പാടിയത്. ദൈവത്തിന്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. സ്തോത്രം. അന്നേരം യഹൂദരെന്ന പേര് പറയും. നോക്കുമ്പോൾ വിശ്വാസി, നോക്കുമ്പോൾ പാസ്റ്റർ, നോക്കുമ്പോൾ ചർച്ച് ലീഡർ, നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ. പ്രൈസ് ഗാഡ് ജീസസ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്റ്ററെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു 3-4 വലിയ വലിയ കമ്പനിയുടെ ഡയറക്ടറാണ്. ഞങ്ങൾ തമ്മിൽ കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്ന പോലെ 100% വിശ്വാസത്താൽ സുവിശേഷ വേല ചെയ്യാൻ തയ്യാറുള്ള രീതിയാണ്. പുള്ളി ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിപ്പോയി. പ്രൈസ് ഗോഡ്. ഓരോ മാസവും ഭാര്യയും ഭർത്താവിനും ലക്ഷങ്ങൾ വരുമാനം വന്നുകൊണ്ടിരിക്കുമ്പോൾ 30-ാം തീയതി ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് മാറ്റിവെച്ചിട്ട് സുവിശേഷ വേല ഈ ചെയ്യുന്ന സിസ്റ്റത്തിൽ പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അന്നൊന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം തന്ന് പോറ്റുന്നവരെന്നൊക്കെ നമ്മൾ പാടും. പക്ഷെ ആ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്ന് വേണം. സ്വതന്ത്രം. നമ്മുടെ സീന സിസ്റ്ററും സൂസൻ സിസ്റ്ററും മറ്റു നമ്മുടെ ഗുജറാത്തിലെ നമ്മുടെ സൂസൻ ആൻറ്റി ഇവരൊക്കെ എന്തെങ്കിലും കണ്ടിട്ട് പോയതാണോ? ആണോ? അങ്ങ് പോകാം. അപ്പുറം ഇറങ്ങി തിരിച്ചു കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് അങ്ങ് പോവാം. ഗുജറാത്ത് ആണെ ഗുജറാത്ത്, രാജസ്ഥാൻ ആണെ രാജസ്ഥാൻ, ഡൽഹി ആണെ ഡൽഹി, ഗുജറാത്ത് ആണെ ഗുജറാത്ത്, അങ്ങ് പോകയാ. ദൈവം കൈവിട്ടോ? പറ. ദൈവം കൈവിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ദൈവമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ കർത്താവാണ് സ്വർണ്ണാസഭയോട് പറയുന്നത്. ദൈവന് സ്തോത്രം. നിന്റെ അകത്തെ ഞെരുക്കവും പുറത്തെ ഞെരുക്കവും ഞാൻ അറിയുന്നു. സ്തോത്രം. ജനത്തിന്റെ ഹൃദയത്തെ ഭ്രമിപ്പിക്കുകയും കലക്കുകയും ചെയ്യുന്ന യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസി അല്ലാതിരിക്കെ വിശ്വാസി എന്ന് കളവായി പറയുന്നവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ കൂട്ടർ സഭയ്ക്കകത്തുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 15-24 വായിച്ചു.
അപ്പോസ്തലപ്രവൃത്തി 15:24. ഞങ്ങൾ ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞു എന്ന് കേൾക്ക കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായി മതി. സ്തോത്രം. ഇവിടെ എന്താ വായിച്ചത്? അപ്പോസ്തലന്മാര് പറയുകയാണ്, എടാ ഞങ്ങള് പറയാതെ, ഞങ്ങള് കൽപ്പന കൊടുക്കാതെ. എന്താ ഇവിടെ വായിച്ചിരുന്നത്? ജനങ്ങളുടെ ഹൃദയത്തെ ഭ്രമിപ്പിക്കുകയും കലക്കുകയും ചെയ്തിരിക്കുന്നു. They used to confuse the hearts of sincere believers. പരമാർത്ഥികളായ ദൈവദാസന്മാരുടെ മനസ്സ് കലക്കിക്കളയുക. They have troubled the believers. മനസ്സിലായോ? അതൊരു സഭ മാത്രമല്ല, എഫെസോസ് സഭയിലും ആ വിഷയം ഉണ്ടായിരുന്നല്ലോ. ജനത്തെ കീഴടക്കുന്ന നിക്കോലാവിയർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും സ്ഥാനമാനങ്ങൾ വേണം. ഒരു കൂട്ടം പേര് അവിടെ കസ്റ്റഡി നിൽക്കണം, അവർക്ക് വലിയ ആളാകണം, ജനത്തെ അമർച്ച ചെയ്ത് ഇങ്ങനെ ഭരിച്ചുകൊണ്ട് നടക്കണം. സ്മുർന സഭയിൽ കപട യഹൂദന്മാർ, കപട വിശ്വാസികൾ. പെർഗമോസിലേക്ക് വരുമ്പോ ആണെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന ദ്രവ്യാഗ്രഹിയായ ബിലെയാമിന്റെ അനുയായികൾ അവിടെ ഉണ്ട്. തുയത്തേര സഭയിലേക്ക് വന്ന ഇസബേലിനെ അനുകരിക്കുന്നവർ അവിടെ ഉണ്ട്. ഇന്നും ലോകമെമ്പാടും ഈ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എനിക്കൊരു കാര്യം ഇന്ന് രാത്രി പറയാനുള്ളത്, നിങ്ങൾ ആരും ഇവരോട് സന്ധി കൂടി ദൈവസഭയ്ക്ക് ദോഷം വരാതെ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയെ ശുദ്ധീകരിപ്പാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഇവരോട് കൂട്ടുകൂടിയ സഭയെ പ്രശ്നമില്ല. 100 വിശ്വാസി സഭയിലുണ്ടെങ്കിൽ 2 പേരേ ഉള്ളൂ പ്രശ്നക്കാര്, അല്ലെ മാക്സിമം 4 പേര്. ബാക്കി 96 പേര് നല്ല മനുഷ്യരാണ്. ഇവിടെ ചർച്ചിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും നടത്തുന്നതും ചെയ്യുന്നതും ആത്മീയരായ ദൈവമക്കൾ അറിയ പോലുമില്ല. ഈ ജഡിയന്മാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്രിസ്തീയ യാത്രയിലെ പതിയിരിപ്പുകാരെ നമ്മൾ തിരിച്ചറിയണം. യൂദയുടെ ലേഖനം 12-ാമത്തെ വാക്യം വായിച്ച യൂദയുടെ ലേഖനം 12-ാമത്തെ വാക്യം. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാർ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞു ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. നോക്കിക്കേ, ഇവിടെ യൂദ പറയുകയാണ്, മറഞ്ഞു കിടക്കുന്ന പാറക്കഷ്ണം. നല്ല സദ്യ കഴിക്കുകയാണ് ആസ്വദിച്ച്. അന്നേരമാണ് ഒറ്റക്കടി ഒരു പാറക്കല്ല് കടിച്ചു. അത്രയും നേരം ആ കഴിച്ച സകല ആ ഫുഡിന്റെയും ടേസ്റ്റ് പോയി, അല്ലേ? ആസ്വദിച്ച് കഴിച്ചതാ. നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ആരാധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, സാക്ഷി കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരമാണ് ഒരു പാറക്കഷ്ണം രംഗത്ത് വന്നത്. വെള്ളമില്ലാത്ത മേഘം. നമ്മൾ വിചാരിക്കും ഭയങ്കര കൃപയിലാകുന്ന, ഒന്നുമില്ല. വെള്ളമില്ലാത്ത മേഘം. വെള്ളമില്ലാത്ത മേഘങ്ങളുണ്ട് സഭയ്ക്കകത്ത്. വേരില്ല, ഇലയില്ല, ഫലമില്ലാത്ത വൃക്ഷങ്ങളുണ്ടെന്നേ. രണ്ടൊരു ചത്ത്, 2 പ്രാവശ്യം ചത്ത വിശ്വാസികൾ. സ്തോത്രം.
കർത്താവ് പറയുന്നു, അകത്തെയും പുറത്തെയും പീഡനങ്ങൾക്ക് അപ്പുറത്ത് നിനക്കൊരു ശുഭഭാവിയുണ്ട്. ദൈവം നമുക്ക് അത് ഒരുക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. റോമാലേഖനം 8:28 വായിച്ച്. റോമാലേഖനം 8:28. ആ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ നീ അറിയാതെ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. ഒന്നുകൂടെ പറയാം, ജീവിതത്തിൽ വരുന്ന പലതും നമുക്ക് തിന്മയ്ക്കായിട്ടാണ്. അത് തിന്മയ്ക്കായിട്ടാണ് സാത്താൻ കൊണ്ടുവരുന്നത്. പക്ഷെ അതിന് നന്മയ്ക്കാക്കി തീർക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, ആദ്യനും അന്ത്യനുമായവൻ. മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവിന് മാത്രമേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. Praise the Lord. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. മരണപര്യന്തം എന്നുള്ള പദം നിങ്ങൾ കണ്ടോ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ടൈം. സമയത്തെ കാണിക്കുന്നതാ. രക്ഷിക്കപ്പെട്ട സമയം മുതൽ നമ്മുടെ മരണം വരെ യു ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ. മനസ്സിലായോ? സമയം നമുക്ക് ദൈവം തന്ന സമയത്ത് വലിയ പ്രത്യേകതയുണ്ട്. രക്ഷിക്കപ്പെട്ട സമയത്ത് മാത്രം വിശ്വസ്തനായിരിക്കാൻ പറ്റിയ അങ്ങനല്ല പറയുന്നത്. സ്നാനപ്പെട്ടപ്പോഴോ പരിശുദ്ധാത്മാവിഷ്യം പ്രാപിച്ചപ്പോഴോ 3 മാസമോ 1 വർഷമോ വിശ്വസ്തനായിരിക്കാനല്ല പറയുന്നത്. നീ എന്ന് ക്രിസ്ത്യ ജീവിതം തുടങ്ങി അന്ന് മുതൽ നിന്റെ മരണം വരെ, ഓർ കർത്താവിന്റെ വരവ് വരെ നീ വിശ്വസ്തനായിരിക്കുക. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത്, വിശ്വസ്തനായിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിന് ഉള്ള കാര്യമാണ്. അതായത് നാം എന്തു പ്രവർത്തിച്ചു എന്നതിനേക്കാൾ ഉപരി എങ്ങനെ പ്രവർത്തിച്ചു എന്നും അതിന്റെ ആന്തരിക ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതുമാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം നോക്കുന്നത് നീ എന്തിനു വേണ്ടിയാണ് അത് പ്രവർത്തിച്ചത്, അതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണോ ചെയ്തത്, അതാണ് കർത്താവ് നോക്കുന്നത്. അന്നേരം സമയവും നമ്മുടെ പ്രവൃത്തിയും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്നേ. ഒന്നുകൂടെ ഞാൻ പറയാം. യാക്കോബ് 1:12 നമുക്ക് മനപ്പാടം അറിയാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒത്തിരി പ്രാവശ്യം കേട്ടതാ. പക്ഷെ ജയാളികൾ എന്ന് പറയുന്നവർ ആരാന്നറിയാം? കഷ്ടതകളെ ചലഞ്ച് ചെയ്യുന്നവരാ, കഷ്ടതകളെ വെല്ലുവിളിക്കുന്നവരാ. അല്ലേ? ആണോ? പ്രൈസ് ഗോഡ്. ദൈവവചനം പഠിക്കാൻ എൻ്റെ കൂടെ പഠിച്ച എന്റെ സ്വന്തം ക്ലാസ്മേറ്റ് ആയിരുന്ന സാരി സിസ്റ്റർ ഇതിനകത്തുണ്ട്. എങ്ങനെ പഠിക്കുമെന്നും അറിയത്തില്ല, പഠിത്തം പൂർത്തീകരിക്കുമെന്നൊന്നും അറിയത്തില്ല. 50 പൈസ കൊടുത്ത്, അന്ന് 50 പൈസ ഒരു ചായക്ക് 50 പൈസ കൊടുത്ത് ചായ കുടിക്കാൻ ഒരു പൈസ ഇല്ല ഞാൻ പഠിക്കുന്ന സമയത്ത്. ഇപ്പൊ എത്രയോ പേർക്ക് ചായ വാങ്ങിച്ചു കൊടുത്തു. പഠിക്കാവുന്ന സ്വന്തമായിട്ട് എനിക്ക് ബൈബിൾ ഇല്ലായിരുന്നു. എന്റെ അമ്മയുടെ അനിയത്തി ഒരു വേദോസം തന്നാണ്, അതുകൊണ്ടാണ് ബൈബിൾ. ഒരു അനുഭവം കൂടെ പറയാം. ഭയങ്കര എന്റെ പെങ്ങളിരിപ്പണം. അവളൊക്കെ ഞാന് വൽക്കൊളയിൽ പോകുമ്പോ വളരെ കുഞ്ഞ. അവള് ഇതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ രോഗത്തിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. അങ്ങനെ ഞാൻ വൽക്കൊളയിൽ വന്നപ്പം
അന്ന് ഏബ്രഹാം സാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ രജിസ്ട്രാർ, അതേ ഒരു ഗർജിക്കുന്ന സിംഹവും ഒരു പുലിയും ഒക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പൊ കർത്താവ് സന്നിധി വിശ്രമിക്കുന്നു. നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ സ്റ്റുഡൻസിനെയും, ഞങ്ങളുടെ ബോയ്സിനെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ശരീരത്തിന് എന്തെങ്കിലും അസുഖമുള്ളവർക്ക് ഇവിടെ കട്ടില് തരും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താൻ. തലയണ തരുമെന്നും പാ തരുമെന്നും ബെഡ്ഷീറ്റ് തരുമെന്നൊന്നും അല്ല പറഞ്ഞത്, കട്ടില് തരുമെന്നാണ്. ഒരുപാട് പേര് കൈ ഉയർത്തി, ഞാൻ മാത്രം കൈ ഉയർത്തിയില്ല. പക്ഷെ എനിക്ക് ആ കട്ടില് വേണ്ടുന്നത്. അത്ര പ്രശ്നത്തിൽ കൂടെ വന്നൊരു മനുഷ്യനെ ഞാൻ കൈ ഉയർത്തിയില്ല. അന്നേരം എനിക്ക് കട്ടില് കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് സിമെന്റ് തറയാ കിട്ടിയ. ഒരു പുൽപ്പായും കിട്ടി. 8 മാസം ഭയങ്കര രോഗത്തിൽ കൂടെ കഷ്ടമനുഭവിച്ച് വിടുതൽ പ്രാവശ്യം വന്നതാണ്. ശ്രോത്രം. അന്ന് രാത്രി ആ പുൽപ്പായിൽ കിടന്നുറങ്ങി. നേരം എഴുന്നേറ്റപ്പോൾ ശരീരം എല്ലാം സിമെന്റ് കട്ട പോലെ അങ്ങ് ഭയങ്കര സ്റ്റിഫായി മരവിച്ചു, വല്ലാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും കട്ടില് വേണമെന്ന് എന്ന് പറയാൻ പറ്റും? പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നുമില്ല. കർത്താവിനെ സൗഖ്യമാക്കിയെങ്കിൽ ആ ആരോഗ്യത്തിൽ ജീവിക്കണമെന്നുള്ള ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. എന്റെ തൊട്ടപ്പുറത്ത് ഈ ഹൈറേഞ്ചുകാരൻ ഒരു ക്ലമൻ ഉണ്ട്. പുള്ളി ഒരു വലിയ മെത്തേടെ പുറത്ത് ഇങ്ങനെ കിടക്കുക. ഞാൻ കിടക്കുന്നത് പുൽപ്പായുടെ പുറത്താണ് കിടക്കുന്നത്. അതാ പറഞ്ഞു, ഇന്നത്തെ ബൈബിൾ കോളേജും അന്നത്തെ ബൈബിൾ കോളേജ് വ്യത്യാസമൊക്കെ പഠിച്ചോണം കേട്ടോ. നിങ്ങൾ ഇന്ന് വളരെ മനോഹരമായിരിക്കുന്ന ഫ്ലാറ്റ് റൂമിൽ നല്ല എയർ കണ്ടീഷനിൽ അല്ലെങ്കിൽ നല്ല നിലയിൽ നിന്ന് ഇവരും പഠിക്കുക. ശ്രോത്രം. അവിടെ ഇദ്ദേഹം അവിടെ നിന്ന് പിന്നെ ആ വലിയ ബെഡിലൊക്കെ കിടന്ന് ഇരിക്കുന്നു. നമ്മളോട് വലിയ സ്നേഹമൊക്കെയാ. ഇടയ്ക്ക് മനസ്സിങ്ങനെ ഒന്ന് ആഗ്രഹിക്കും, കർത്താവ് ഒരു ബെഡ് കിട്ടിയാൽ നല്ലതായിരുന്നു. പക്ഷെ ബെഡും ഇല്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ചങ്കായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ബുക്സ് ഒക്കെ അവിടെ വെച്ചാൽ അത് രാവിലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 സിസ്റ്റർ എപ്പോഴാണ് നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴായിരുന്നു? 7 മണിക്കോ 7:30 അങ്ങനെയാണല്ലായിരുന്നു? 7 മണിക്കാ തോന്നുന്നു. 7:30. ആ 7:30 8 മണി 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ക്ലാസ്സാണ്. ഒരു സെമിനാരിൽ ഇത്രയും ക്ലാസ് ഇല്ല. ഒരു സെമിനാരിൽ 8 മണി മുതൽ 5 മണി. അതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ഒരു 45 മിനിറ്റ്സ് കിട്ടും ലഞ്ചിന്. പിന്നെ 15 മിനിറ്റ് മിഷണറി പ്രയർമാർ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ആ സംഭവമാണ്. ഇത് ഈ 5 മണി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വന്നിട്ട് ബുക്സ് ഒക്കെ അവിടെ വെച്ചിട്ട് നേരെ ഡ്രസ്സിന്റെ മുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അതിന് സമയമൊന്നിനും കോളേജിന്റെ ചില നിയമങ്ങളുണ്ട്. ആ സമയത്തിനകത്ത് എന്ത് ചെയ്യും? നമ്മുടെ എല്ലാം മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കും. ഒത്തിരി പേരൊന്നും പ്രാർത്ഥിക്കാനില്ല. ഒത്തിരി പേരൊക്കെ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സെലക്റ്റഡ് ആയി VP പാസ്റ്റർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ കുറച്ച് ആളുകൾ ഇത് പ്രാർത്ഥിക്കുക. ദൈവങ്ങൾ കേൾക്കണോ? ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ ക്ലമന്റ് എന്ന് പറഞ്ഞ സഹോദരൻ എന്നോട് പറയാ, സൈമണെ ഞാനേ ഇവിടെ പഠിക്കുന്നില്ല, എനിക്കത് അങ്ങോട്ട് ശരിയാകുന്നില്ല ഇവിടെ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകാം. നല്ല വിളിയും തെരഞ്ഞെടുപ്പുള്ളവർക്ക് ഇത് പഠിക്കാനും ഒക്കെ പറ്റിയോ? അതും ആദ്യം അറിഞ്ഞോ? സ്തോത്രം. പിന്നെ ഞാനിപ്പം സൈമണെ വിളിച്ചത് ഞാൻ എന്റെ ബെഡ് അങ്ങ് തരാൻ വേണ്ടിയാ. ഒരാമൻ പറയാമോ? സ്തോത്രം. അതായത് എനിക്ക് ദൈവം ഒരു ബെഡ് തരാൻ വേണ്ടി ക്ലമന്റ് എന്ന് പറഞ്ഞ സഹോദരനെ കൊണ്ട് പുതിയ ബെഡ് വാങ്ങിച്ച് പുള്ളി അവിടെ ജോയിൻ ചെയ്ത് വന്നിട്ട് പറയാണ്, ഞാനിവിടെ പഠിക്കാൻ പോവാ, ഇത് സൈമൺ എടുത്തോളാം.
ആമേൻ. 1 രൂപ ചെലവുണ്ടോ? രാമൻ പറഞ്ഞേ. മേ സ്തോത്രം. ആ, സ്തോത്രം. അങ്ങനെ ഒരുപാട് ആമേൻ. കാര്യങ്ങളുണ്ട്. ഒരു അനുഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അന്നേരം നമ്മുടെ ദൈവം വലിയവൻ. ഏത് സമയത്തും, പക്ഷെ നമ്മളെ ചില പരിശോധനകൾ കൊണ്ട് വിട്ടെങ്കിൽ ആ ടേസ്റ്റ് അറിയത്തുള്ളൂ. നമ്മൾ എന്തുണ്ട് കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നത്? കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ടാണ്. കർത്താവിന്റെ സ്നേഹം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഏത് മരുഭൂമിയിലും ദൈവം നമ്മെ നടത്തും എന്ന് നല്ല ധൈര്യം നമുക്കുണ്ട്. എല്ലാവരും കൈവിട്ടാലും ദൈവം കൂടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലോകത്തിലുള്ള എല്ലാ ബൈബിൾ കോളേജുകളും, സ്തോത്രം, ഏതെങ്കിലും ഫോറിൻ സപ്പോർട്ട് കൊണ്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ അവർ സഹായിക്കുക, അവിടുത്തെ സപ്പോർട്ട്, ഇവിടുത്തെ സപ്പോർട്ട്, ആ സപ്പോർട്ട്, ഇതൊക്കെ. പക്ഷേ നമ്മുടെ ഈ സെമിനാരി എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ ഓരോ ദിവസവും ക്രിസ്തുവിൽ ജോലസമായി ദൈവം നമ്മളെ നടത്തുക. അതിശയമായി 5 ഗ്രാജുവേഷൻ കഴിഞ്ഞ് എങ്ങനെയാന്ന് പോലും അറിയത്തില്ല, ദൈവം നടത്തി. 6ാമത്തെ ഗ്രാജുവേഷൻ വരിക. ദൈവം പ്രാർത്ഥിക്കണം. നമ്മൾ ഒരിടത്തിൽ ലജ്ജിച്ചു പോകാൻ വരരുത്. ദൈവം വരുത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരാമൻ പറഞ്ഞാണ്. അമേ ഹല്ലേലൂയ. സ്തോത്രം. സ്മൃത ആ സഭയുടെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. ജയാളികൾ കഷ്ടതകളെ വെല്ലുവിളിക്കുന്നവരാണ്. അതാണ് സ്മൃത സഭ. അങ്ങനെ എന്ത് കഷ്ടതയുണ്ടെങ്കിലും അതിനെ വെല്ലുവിളിക്കുന്നവരാണ്. സ്തോത്രം. നീതിമാന്മാർക്ക് ലഭിക്കുന്ന 5 കിരീടങ്ങളിൽ ഒരു കിരീടമാണ് ഇപ്പോൾ സ്മൃത സഭയ്ക്ക് കൊടുക്കാമെന്ന് കർത്താവ് പറയുന്നു. അത് ഏത് കിരീടമാ? ജീവകിരീടം. സ്തോത്രം. ജീവകിരീടം. ഇത് പരീക്ഷ സഹിക്കുന്ന വിജയികൾക്കുള്ളതാ. റൗണ്ട് ഓഫ് ലൈഫ്, അല്ലെ? സ്തോത്രം. 5 കിരീടമുണ്ട് പ്രധാനമായിട്ട്. അതുകൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. സ്തോത്രം. അന്നേരം നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ നമുക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്നതൊന്നും യഥാർത്ഥ പ്രതിഫലമല്ല. അത് നമ്മൾ ചില കൂലിയും ബോണസും അതും ഇതൊക്കെ തന്നെ. സ്തോത്രം. സാക്ഷാൽ ദൈവം നമുക്ക് തരാൻ പോകുന്ന റിവാർഡ്സ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ 2 കൊരിന്ത്യർ 5:10 നമ്മൾ വായിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകും. അതിന് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. യേശു ക്രിസ്തുവാണ് അവിടെ ഇരിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനം? തന്റെ സഭയ്ക്ക് വേണ്ടിയാണ് ഈ ന്യായാസനം. സ്തോത്രം. എന്താണ് അവിടെ നമ്മൾ കാണാൻ പോകുന്നത്? അവരവർ ചെയ്തത് അനുസരിച്ചുള്ള പ്രതിഫലം അവിടെ കിട്ടാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 9-25 വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, വാടാത്ത കിരീടം ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് കൊടുക്കുന്നു, അല്ലേ? അതായത് പഴയ മനുഷ്യന്റെ മേൽ ജയം നേടിയവർക്ക്. സ്തോത്രം. ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 9:25. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർദ്ധനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആമേൻ. ഇതൊരു വലിയ യുദ്ധമാണ്. അംഗം പൊരുതുക. ദേവാസന്മാരൊക്കെ പറയുന്ന പോലെ വി ആർ നോട്ട് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്, വി ആർ ഇൻ ദ ബാറ്റിൽ ഫീൽഡ് എന്നൊക്കെ പറയത്തില്ലേ? നമ്മൾ കളിക്കളത്തിലല്ല, യുദ്ധക്കളത്തിലാണെന്നൊക്കെ പറയും. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ സ്വതന്ത്രം. എന്ത് യുദ്ധമാ? നമ്മുടെ പഴയ മനുഷ്യൻ കുഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് യുദ്ധം ഉണ്ടാക്കും. നമ്മുടെ ജഡവും ആത്മീയവും ഇത് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും പ്രശ്നമാണ്. പഴയ മനുഷ്യന്റെ മേൽ ജയം നേടിയവർക്ക് ദൈവം കൊടുക്കുന്നതാണ് വാടാത്ത കിരീടം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ
എന്താ ഈവിൾ തിങ്സിൽ നിന്ന്, സകല ദോഷപ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞ് ജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്തവർക്ക് ലഭിക്കുന്നതാണ് എന്ത്? ഇൻകറപ്റ്റബിൾ ക്രൗൺ, വാടാത്ത കിരീടം. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 2:19 നമ്മൾ വായിക്കുന്നത് ക്രൗൺ ഓഫ് റിജോയ്സിങ് ഫോർ സോൾ വിന്നേഴ്സ്. ആത്മാക്കളെ നേടുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കിരീടമാണ് പ്രശംസാ കിരീടം. ഏറ്റവും കൂടുതൽ ആത്മാക്കളെ നേടുന്നവർക്ക് പ്രശംസാ കിരീടം കിട്ടും. ആമേൻ. ഞാനിന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു മെസ്സേജ് കൊടുത്തപ്പോ എലിസബത്ത് രാജ്ഞി തലയിൽ വെച്ച കിരീടത്തെ കുറിച്ച് പറഞ്ഞ, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കിരീടം അണിഞ്ഞ വ്യക്തിയാണ് എലിസബത്ത് രാജ്ഞി. ഇപ്പോഴും ആ കിരീടമൊക്കെ ഉണ്ട് കേട്ടോ. ആ കിരീടത്തിൽ 3000 രത്നങ്ങളാണ് പതിപ്പിച്ചേക്കുന്നത്. എലിസബത്ത് രാജ്ഞി തലയിൽ വെച്ച കിരീടത്തിന് 3000 രത്നങ്ങൾ. ഇനി അതിൽ ഒരു രത്നത്തിന്റെ വില നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ഡയമണ്ട്, ഒരു രത്നത്തിന്റെ 325 കോടി രൂപയാണ് ഒരു രത്നത്തിന്റെ. നിങ്ങളൊന്ന് കൂട്ടിക്ക്, അത് ഒന്ന് ഗുണിച്ച് 325 കോടി ഗുണം 3000. അത്രയും വിലയുള്ള ഒരു കിരീടമാണ് എലിസബത്ത് രാജ്ഞിയുടെ തലയിലിരുന്നത്. അത് ആ രാജ്യം പരമോന്നത ബഹുമതിയായി ആ രാജ്ഞിക്ക് സമ്മാനിച്ചതാണ്. അതൊരു അംഗീകാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഈ പ്രപഞ്ചം മുഴുവൻ കൊടുത്താലും വിലമതിക്കാനാകാത്ത കിരീടം ദൈവം നമുക്ക് തരാൻ പോവാം. ശബാരാധരാഹത്തലാദികൾ ശാന്തരാദികൾ സിയാര. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ അംഗീകാരത്തിന്റെ അടയാളമായി കോടിക്കണക്കിന് വിലമതിപ്പുള്ള പലരും തലയിൽ വെക്കുമ്പോൾ വിലമതിക്കാനാവാത്ത, ആർക്കും അതിന്റെ വില കണ്ടുപിടിക്കാൻ കഴിയാത്തതായ ഒരംഗീകാരം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നമുക്കത് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. സ്തോത്രം. വിശ്വസ്തയോടെ മരണപര്യന്തം നിന്നവർക്ക് ജീവകിരീടം കിട്ടും. ജഡത്തെ ജയിച്ച് ജയകരമായ ക്രിസ്തു ജീവിതം ചെയ്തവർക്ക് വാടാത്ത കിരീടം ദൈവം കൊടുക്കും. ആത്മാക്കളെ നേടുന്നവർക്ക് പ്രശംസാ കിരീടം ദൈവം കൊടുക്കുവാനിടയായി തീരും. 2 തീമോഥെയോസ് 4:8 കർത്താവ് അപ്പോസ്തലനായ പൗലോസ് എന്താ തീമോഥെയോസിനോട് പറയുന്നത്? സ്തോത്രം. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവിടെ വെച്ച് അവസാനിക്കുന്നില്ല. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുക. ഉറപ്പാന്ന് നോക്കിയേ. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. എനിക്ക് മാത്രമല്ല, പിന്നെ അടുത്ത ലെവലിലേക്ക് മാറുക. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും നിരം ഓട്ടമോടി വിരുദു പ്രാപിക്കുന്നവർക്കാണ് ക്രൗൺ ഓഫ് റൈച്ചസ്നെസ് അഥവാ നീതിയുടെ കിരീടം. വൺ ഹൂ ഈസ് ഫിനിഷ്ഡ് ദ റേസ്. ഇനി മറ്റൊരു കിരീടമുണ്ട്. അത് 1 പത്രോസ് 5:4 കാണുന്നത്.
അതിന്റെ പേര് ക്രൗൺ ഓഫ് ഗ്ലോറി എന്നാ. ദൈവസഭയെ പരിപാലിക്കുന്നവർക്ക് കിട്ടുന്നതാ. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, ബാക്കി പറഞ്ഞേ, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ആ തേജസ്സിന്റെ വാടാത്ത കിരീടം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കിട്ടുന്ന കിരീടം എല്ലാം കളറ് പോകുന്നതും മാഞ്ഞു പോകുന്നതും ഒക്കെയാ. അല്ലെ പിന്നെ എലിസബത്ത് രാജ്യം തലയെ വെച്ച വെറുതെ കിരീടം കിട്ടണം, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ് ജീസസ്. എല്ലാവരോടും ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ആ പ്രബോധനം, ആ വാക്യം വെളിപ്പാട് ദിവസം 3:11 കിടപ്പുണ്ട്. അതുകൂടെ വായിച്ച് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. വായിക്കാം. വെളിപ്പാട് ദിവസം 3:11. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം നിന്റെ കിരീടം ഞാൻ കിട്ടിയോ? വേഗം നിന്റെ വരുന്നു, കിരീടം നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. തക്കവണ്ണം ഹല്ലേലൂയ. ഇത് ഫിലദെൽഫിയ സഭയെ കുറിച്ചുള്ള ദൂതാണെങ്കിലും ഞാൻ പറയട്ടെ, behold I come quickly, hold that fast which thou hast thou, no man take thy crown. നിന്റെ കിരീടം ആരും എടുക്കരുത്. സ്തോത്രം. ജോൺസൺ സിപിയുടെ കിരീടം വേറെ ഒരാൾ കൊണ്ടുപോകരുത്. സുജിൻ ജോയുടെ കിരീടം വേറെ ഒരാൾ കൊണ്ടുപോകല്ലേ. സ്തോത്രം. വാത്സല്യ ദൈവമക്കളെ, ദൈവാസന്മാരെ, നമുക്ക് ചില കിരീടങ്ങൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തന്നെ കിട്ടണം. നമ്മുടെ അവകാശം നഷ്ടപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. അതിന്റെ അർത്ഥം തന്നെ ചിലർക്ക് നമ്മൾ യേശു പറഞ്ഞിട്ടുണ്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഭയോടുള്ള ദൂതിലും പറയുന്നുണ്ട്, കേൾപ്പാൻ ചെവികളും കേൾക്കട്ടെ. സ്തോത്രം. അതിനകത്തൊരു 4 കാര്യമുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. 1, ഹിയർ, എന്താണെന്നുള്ള കേൾക്കണം. ആദ്യം അത് കേൾക്കണം. കേട്ടാ മാത്രം പോരാ. സെക്കൻഡ് വൺ, റിസീവ് ഇറ്റ്, അത് അംഗീകരിക്കണം. കേൾക്കണം, അത് അംഗീകരിക്കണം. 3, ഒബേ, അത് അനുസരിക്കണം. മനസ്സിലായോ? 4, പ്രാക്ടീസ് ഇറ്റ്, അത് പ്രായോഗികമാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ആ ദൂത് കേൾക്കണം, അല്ലെ വചനം നമ്മൾ കാതുകൊണ്ട് കേൾക്കണം, അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. സ്തോത്രം. അത് നമ്മൾ അനുസരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം. നമ്മൾ കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ നമ്മൾ അത് അനുസരിക്കുന്നവരായിരിക്കണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അത് നമ്മൾ പ്രായോഗിക തലത്തിൽ നമ്മൾ അത് കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മുടെ ഹൃദയവാഞ്ചയാണ് ഇവിടെ പ്രാധാന്യം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചയാണ് കർത്താവ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പലപ്പോഴും പരിശോധനകളും പരീക്ഷയും ഒക്കെ നമ്മളെ അധപ്പതനത്തിലേക്ക് കൊണ്ടുവന്നതാ. താഴ്ചയിലേക്ക് നമ്മളെ കൂപ്പുകുത്താൻ കൊണ്ടിരുന്നതാ. 1 കൊരിന്ത്യർ 10:13 പൗലോസ് പറയാണ്, സ്തോത്രം, പരീക്ഷയോടുകൂടെ പോക്കുവഴി തരുന്നൊരു ദൈവം. ശത്രു ഇതൊക്കെ കൊണ്ടിരുന്നത് നമ്മളെ തകർക്കാനാ. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഗോഡ് വിൽ മേക്ക് എ വേ ടു നമ്മളെ രക്ഷപ്പെടാനുള്ള വഴി ദൈവം നമുക്ക് തരുവാനിടയായിത്തീരും. ദൈവം സ്തോത്രം. ഹല്ലേലൂയ. ചില കാര്യങ്ങളോട് ഓർപ്പിക്കട്ടെ. സ്മിർനാ സഭയുടെ ഒരു പ്രത്യേകത, കള്ള സഹോദരന്മാർ അപകടകാരികളാണ്. എന്നാലും അവരെ വിവേചിപ്പാനുള്ള ആത്മശക്തി പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തു. സ്തോത്രം. പിശാച് എന്ന് പറയുന്നത് അലർന്ന സിംഹമാണ്. എന്നാൽ യഹൂദാ ഗോത്രത്തിലെ സിംഹം
നമ്മോട് കൂടെ ഉള്ളതിനാൽ നമ്മെ ആ സിംഹം കടിച്ചു കീറുകയില്ല. അലർന്ന സിംഹമാണ്, പക്ഷേ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നും വരികയില്ല. തടവറ എന്നുള്ളത് എന്നേക്കുമുള്ള ബന്ധനമല്ല, നമ്മെ ബന്ധനമുക്തി വരുത്തി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലുള്ള ദൈവദാസന്മാർ, പ്രത്യേകിച്ച് UP, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ ഒക്കെ ഉള്ള ദൈവദാസന്മാരെയൊക്കെ ഇങ്ങനെ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, നമ്മുടെ ദേഹത്തൊരു കൊതുക് കണ്ടാൽ നമ്മുടെ വേദന അനുഭവിക്കും. മനസ്സിലായി? കമ്പിളി മൂടി പൊതച്ചിട്ടും നമുക്ക് തൃപ്തി വരുന്നില്ല. പാവങ്ങൾക്ക് കമ്പിളിയും ഇല്ല, കിടക്കാനും ഇല്ല, ആഹാരവും ഇല്ല, പീഡനം സഹിച്ചു കിടക്കും. സ്തോത്രം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അങ്ങ് അവസാനിപ്പിക്കാവും. ഞാൻ 11-ാം തീയതി മുതൽ 21 ദിവസം ഉപവാസമാണ്. ഞാൻ ചർച്ചയിൽ പറഞ്ഞു, ഭൗതികമായി ഒരു കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് വരില്ല, എല്ലാം നിർത്തിയാൽ എല്ലാം നമുക്ക് ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിക്കുപോലും വേണ്ട, അതെല്ലാം അതിന്റെ വഴിക്ക് വിട്ടത്. അത് ദൈവം തരട്ടെ. പക്ഷെ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. സ്തോത്രം. മരണം ജീവിതത്തിന്റെ അന്ത്യമല്ല. സ്മൃതാസഭയോട് പറയുകയാണ്, അത് സ്വർഗത്തിലേക്കുള്ള സ്വർണ കവാടമാണ്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. മരണവും പുനരുത്ഥാനവും ദൈവം നമുക്ക് കൽപ്പിച്ചു തന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. നിശ്ചയമായി ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച് അറ്റ് പെർഗമോസ് പഠിക്കാം. സ്തോത്രം.